വരലക്ഷ്മി ശരത്കുമാർ. തമിഴ് ചലച്ചിത്ര നടനായ ആർ ശരത്കുമാറിൻ്റെയും ഛായയുടെയും മകളായി വരലക്ഷ്മി ജനിച്ചു. ശരത്കുമാറിൻ്റെ 4 മക്കളിൽ ഏറ്റവും മൂത്ത മകളാണ് വരലക്ഷ്മി. ഛായയുടെ മറ്റൊരു മകളായ പൂജ തമിഴ് ചലച്ചിത്ര നടിയായ രാധികയുടെയും മുത്തുകുമാറിൻ്റെയും മക്കളായ രാഹുൽ, റെഹാൻ ആദി എന്നിവരാണ് സഹോദരങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചെന്നൈയിലെ ഹിന്ദുസ്ഥാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും മൈക്രോബയോളജിയിൽ ബിരുദവും എഡിൻബർഗ് സർവകലാശാലയിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം നടിയാകുന്നതിന് മുമ്പ് മുംബൈയിലെ മുഖംഗേറിൻ്റെ ആക്ടിംഗ് സ്കൂളിൽ പരിശീലനം നേടുകയുണ്ടായി. 2008 വരലക്ഷ്മി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന പോടാ പോടി എന്ന പ്രണയ ചിത്രത്തിൽ അഭിനയിച്ചു. ഇതിൽ ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ഒരു നർത്തകിയുടെ കഥാപാത്രമായിരുന്നു. ഈ ചിത്രം 2012 പുറത്തിറങ്ങിയത്. പോടാ പോടി പുറത്തിറങ്ങിയതിനു ശേഷം സുന്ദർ സംവിധാനം ചെയ്ത മതഗജ രാജ എന്ന ചിത്രത്തിൽ വിശാലിനോടൊപ്പം അഭിനയിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. വരലക്ഷ്മി അഭിനയിച്ച പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രം 2014 പുറത്തിറങ്ങിയ മാണിക്കൻ എന്ന കന്നഡ സിനിമയായിരുന്നു. കന്നഡ ചലച്ചിത്ര നടൻ സുദീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കന്നഡ ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരുന്നു. 2014 തന്നെ ബാല സംവിധാനം ചെയ്ത താരേ തപ്പടെ എന്ന ചിത്രത്തിൽ വരലക്ഷ്മി അഭിനയിക്കാൻ ആരംഭിച്ചിരുന്നു. ഈ ചിത്രത്തിൽ ഒരു കരകാട്ടം നർത്തകിയുടെ വേഷം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഏതാണ്ട് 10 കിലോഗ്രാം ഭാരം വരലക്ഷ്മി കുറയ്ക്കുകയുണ്ടായി. 2016 കസബ എന്ന മലയാള ചലച്ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നുണ്ടെന്ന് വരലക്ഷ്മി ട്വിറ്ററിലൂടെ അറിയിക്കുകയുണ്ടായി. ഈ ട്വീറ്റിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നത് ഒരു വലിയ അവസരമാണെന്നും താരേ തപ്പടയിലൂടെയാണ് ഈ അവസരം ലഭിച്ചത് എന്ന് വരലക്ഷ്മി പറഞ്ഞിരുന്നു. 2017 വരലക്ഷ്മി അഭിനയിച്ച സത്യ, എച്ചരിക്കൈ എന്നീ 2 ചിത്രങ്ങൾ പുറത്തിറങ്ങി. 2017 ഒക്ടോബർ 14 മുതൽ ജയ ടിവിയിൽ എന്നെ അറിന്തേൻ എന്ന പേരിൽ ഒരു റിയാലിറ്റി ഷോയുടെ അവതാരകയായി വരലക്ഷ്മി പ്രവർത്തിക്കുന്നുണ്ട്. 2018 വിജയ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് AR മുരുകദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സർക്കാർ എന്ന ചിത്രത്തിലെ വരലക്ഷ്മിയുടെ പ്രതിനായിക കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.